രാഷ്ട്രം മാത്രമല്ല, സത്യത്തിൻ്റെ വെളിച്ചത്തിൽ രമിക്കുന്ന ഭാരതിയും ഋഷിമാരുടെ വൈദിക സൂക്തങ്ങളോളം പഴക്കമുള്ളതാണ്. സരസ്വതിയും ഇളയും ഭാരതിയുമായി സത്യത്തിനെ തെളിയിക്കുന്ന മഹാദേവിയുടെ തൃത്വങ്ങളെപ്പറ്റി വേദങ്ങളിലെ അനേകം മന്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അവിടുന്ന് പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും കാലമെത്തുമ്പോൾ ആര്യാവർത്തമെന്നും ജംബുദ്വീപമെന്നും ഭാരതവർഷമെന്നുമുള്ള സങ്കല്പം അതിൻ്റെ പരിപൂർണതയിൽ എത്തുന്നു. ഭാഗവത പുരാണത്തിലും വിഷ്ണു പുരാണത്തിലും ജംബുദ്വീപിൻ്റെയും ഭാരതവർഷത്തിൻ്റെയും മഹത്വം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഏതൊരു വൈദേശിക ആശയധാരയുടെയും സ്വാധീനത്തിന് 1000 ആണ്ടുകൾ മുൻപേ തന്നെ അഖണ്ഡ ഭാരതം അതിലുണ്ടായിരുന്നു. ഭാരതവർഷത്തിൻ്റെ ആധ്യാത്മികമായ മഹത്വം വ്യക്തമായി വിഷ്ണു പുരാണത്തിലും മഹാഭാഗവതത്തിലും പറയുന്നുണ്ട്. ഇങ്ങനെയുള്ളപ്പോഴാണ് യൂറോപ്യന്മാർ ഭരിച്ച് ഒരുമിപ്പിച്ചതാണ് ഭാരതമെന്ന തലതിരിഞ്ഞ ചരിത്ര പാഠങ്ങൾ പലരും നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ദിവസേന ഭാഗവതം വായിക്കപ്പെടുന്ന മഹാക്ഷേത്രങ്ങൾക്കടുത്തുള്ള വിദ്യാലയങ്ങളിലെ സോക്കോൾഡ് ചരിത്ര പണ്ഡിതരോട് നമുക്ക് തർക്കിക്കേണ്ട ദുരവസ്ഥയുമുണ്ട്. 1000 ആണ്ടുകൾ നീണ്ടുനിന്ന നിരന്തരമായ വൈദേശിക അധിനിവേശം സകല ശക്തിയും ഉപയോഗിച്ച് ഈ മണ്ണിലെ ധീരന്മാർ തകർത്തെറിഞ്ഞെങ്കിലും കുറച്ചു ഭാഗങ്ങളെങ്കിലും നമുക്ക് അടിമപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ഭാരതം അതിനു മുൻപുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും.